എൻ്റെ ഒരു കൃഷ്ണകുമാർ ഇപ്പോൾ പോലീസുകാരെന്ന് പറഞ്ഞ ആളില്ലേ, ആൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുന്നിടത്ത് എൻ്റെ വൈഫിനെയും ഈ 3 പെണ്ണുങ്ങളെയും ഇനി ജീവനോടെ കാണണമെങ്കിലും വേറെ പല രീതിയിലും പറഞ്ഞിട്ട് എൻ്റെ പറഞ്ഞ് പൈസ കൊണ്ടുവരണം, അവരെ കാതിലും കമ്മലിലും എല്ലാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സ്വർണ്ണം എങ്ങനെയെങ്കിലും പൈസ കൊണ്ടുവന്നാൽ ഈ കാര്യം തീർക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എന്നെ ഇവർ കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 വീലറിൽ നമ്മൾ വരാം, പക്ഷേ വേണ്ട നമ്മളെ വണ്ടിയിൽ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിട്ടു. എൻ്റെ ഫോണും വാങ്ങിച്ചു വെച്ചിട്ട് പിന്നെ ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോയി. എൻ്റെ അങ്കിള് വന്നാണ് എന്നെ അമ്പലമുക്കിൽ നിന്ന് വിളിച്ചുകൊണ്ട് തിരിച്ചുകൊണ്ട് പോയത്. അപ്പം എനിക്ക് ആ സ്ഥലം ഏതെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ എന്ന് പറഞ്ഞാൽ പണയം വെച്ചിട്ടാണ് നമ്മൾ പൈസ കൊണ്ടുകൊടുത്തത്. അപ്പോൾ അഥവാ നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു, നിങ്ങളെ ഫോണിൽ കൂടെ വിളിക്കുന്നു, നിങ്ങളുടെ ഭാര്യ എൻ്റെ കസ്റ്റഡിയിലാണെന്ന്. നമ്മൾ 2 വീലറിലാണ് പോയത്. 2 വീലർ പോയിട്ട് രണ്ടാമത് അവർ കാറിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് അപ്പം നമ്മൾ പറഞ്ഞ് നമ്മളെ വണ്ടി വരാം വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരെ കാറിലാണ് അവരെ വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അത് അമ്പലമുക്കിലേക്കാണ് പോയത്. അമ്പലമുക്കിലേക്ക് നിങ്ങളോട് അമ്പലമുക്കിലേക്ക് വരാൻ പറഞ്ഞു. അമ്പലമുക്കിൽ നിന്ന് ഇവരെ മാത്രം വിളിച്ചു കൂട്ടിക്കൊണ്ടു. അതിനുശേഷം വിളിച്ചിട്ട് പറയുന്നു കസ്റ്റഡിയിലാണ്, പണം കൊണ്ടുവരണം, എങ്ങനെയെങ്കിലും പണം കൊണ്ടുവന്നാലേ ഈ കേസ് ഒതുങ്ങി തീരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ. അല്ലെങ്കിൽ നിങ്ങളെ ഭാര്യമാരെ പിന്നെ ജീവനോടെ കാണത്തില്ല. പിന്നെ വേറെ രീതിയിൽ പറയാം, നമുക്കത് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട രീതിയിലാണ് അയാൾ സംസാരിച്ചത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3 പെണ്ണുങ്ങളെ കസ്റ്റഡി കൊണ്ടുപോകുമ്പോൾ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാന്നല്ലോ ചെയ്യുന്നതാണോ അവർ പറഞ്ഞത്. കൃഷ്ണകുമാറിന്റെ കൂടെ എന്ന ആളാണ് പറഞ്ഞത്. ഞങ്ങളുടെ കസ്റ്റഡിയിലുള്ള 3 പെൺകുട്ടികളെയും സ്ത്രീകളെയും നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ ലൈംഗികമായി ഞങ്ങൾ ഉപദ്രവിക്കും. കാരണം അവിടെ കൃഷ്ണകുമാരൻ ഡ്രൈവർ മാത്രമല്ല, അവിടെ 7-8 ആൾക്കാരും ഉണ്ടായിരുന്നു ആണുങ്ങളായിട്ട്. അപ്പോൾ നമ്മൾ പൊതുവെ പേടിച്ചായിരുന്നു. ദിയയും ഈ പറയുന്ന സിന്ധു ഒക്കെ ഉണ്ടായിരുന്നു. സിന്ധു എല്ലാം ഉണ്ടായി. അവരാണോ കുടുംബാംഗങ്ങളിൽ ഉണ്ടായിരുന്നത്, മറ്റാരെങ്കിലും കുടുംബാംഗങ്ങളെ? അത് അഹാനയോ അഹാന ചെയ്യുന്നുണ്ട്. ബാക്കി 3 പെൺമക്കളും ഉണ്ടായിരുന്നു, അവരമ്മയും ഉണ്ടായിരുന്നു. 3 പെൺമക്കൾ എന്ന് പറയുമ്പോൾ അഹാന, ഈ പറയുന്നത് ദിയ, അത് ഹൻസിക. 3 പേര്. അവർ 3 പേരും സിന്ധു, കൃഷ്ണകുമാർ, അവരുടെ ഫാമിലി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ 8 ആണുങ്ങളുണ്ട്. പിന്നെ കൂടാതെ കൃഷ്ണകുമാറിന്റെ ഡ്രൈവർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പോലീസുകാരെന്ന് പറഞ്ഞു, അത് കേന്ദ്രത്തിൽ എന്തോ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെടുത്ത് ഭീഷണിപ്പെടുത്തിയത്. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ ബാങ്കിൽ നമ്മൾ പോയാലേ പറ്റൂ, വേണ്ട നിങ്ങൾ ആധാർ കാർഡ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അവരാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം എടുത്തുകൊണ്ട് പോയി. അതേസമയം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ നമ്മൾ ബാങ്കിൽ പോയപ്പോൾ അവർ പറഞ്ഞു ആൾ വരാതെ തരാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ കൃഷ്ണകുമാർ ആദ്യം വിളിച്ചപ്പോൾ എത്ര ലക്ഷം രൂപ വേണമെന്നാണ്? കൃഷ്ണകുമാർ നമ്മളെ വിളിച്ചില്ല, ദിയയാണ് വിളിച്ചത്. 5 ലക്ഷം ഉണ്ടെങ്കിൽ ഈ കാര്യം സെറ്റിൽമെന്റ് ചെയ്ത് എല്ലാം ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ഭാര്യമാരെ കസ്റ്റഡിയിലാക്കിയല്ലോ, അതിനുശേഷം 5 ലക്ഷം തന്നെയാണ് ചോദിച്ചത്? അല്ല, മൊത്തം പിന്നെ ചോദിച്ചു ഉള്ളത് കൊണ്ടുപോകാം. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ ഇത്ര രൂപ 5 ലക്ഷം ദിയ ചോദിക്കുന്നു, പിന്നീട് കൃഷ്ണകുമാർ വിളിച്ചിട്ട് ഉള്ളത് കൊണ്ടുപോകാന്ന്. അപ്പോൾ നിങ്ങൾ 8 ലക്ഷം രൂപ സ്വർണ്ണം കൊണ്ടുപോകും. പിന്നെ നമ്മളെ 3 ചെക്കായിട്ട് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഇത്ര ഇല്ല, നിങ്ങളിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ചെക്ക് കൊണ്ടുവരണം എന്ന് കൊണ്ടുവന്നു. 3 ചെക്കായിട്ട് 3 ചെക്കായിട്ട് കൊണ്ട് കൊടുക്കാൻ പറയാം. നമുക്ക് ചെക്ക് ബുക്കൊന്നും ഇല്ല എന്ന് അപ്ലൈ ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ നമ്മൾ അവിടെ എഴുതി വെക്കുകയും ചെയ്തു.